ഈസിയാണ്. അപ്പോൾ ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത് അബീൻ്റെ ഒപ്പമാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഡ്രൈവിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ഓടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പാർക്ക് കിട്ടുന്നതോടെ വരെ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി ഓടിക്കാം. വളവിൽ നിർത്തരുത്. അതുപോലെ തന്നെ പെട്രോൾ പമ്പ്, ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുന്ന ഗിയറിൽ നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഗിയർ എന്തായാലും ഡൗൺ ചെയ്ത് കൊടുക്കണം. സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. ഗ്ലാസ് ആയിരിക്കും. ഓക്കെ. ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ചേർന്ന് പോലെ. ഓക്കെ. സൈഡ് മിററൊക്കെ 3 മിറർ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്നവർ കാണാനില്ല. മിററൊക്കെ ചെക്ക് ചെയ്ത് വേണം ഓടിക്കാൻ വേണ്ടിയിട്ട്. ഗിയർ മാറാം, ഗിയറിലൂടെ മാറി. ഓക്കെ. വണ്ടി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോ 4th ഗിയറിലാണ് വരുന്നത്. റോഡിലോട്ടാണ് പോകുന്നത്. നമ്മൾ മെയിൻ റോഡിലോട്ടാണ് കയറുന്നത്. ഈ റോഡ് കഴിഞ്ഞിട്ടാൽ മതി. ചില ഇത് വിചാരിക്കും ഇങ്ങോട്ടാണ് വണ്ടി കയറുന്നത്. പതുക്കെ നോക്കണം. പതുക്കെ സ്റ്റോപ്പിലോട്ട് ടയറിനെ കറക്കം നിർത്തും. പതുക്കെ നിർത്തിട്ട് ഫസ്റ്റ് കയറി കൊടുക്കും. ഓക്കെ. ഓക്കെ, അങ്ങനെ വേണം കയറാൻ വേണ്ടിയിട്ട് മെയിൻ റോഡിലോട്ട്. ഒരിക്കലും വരുന്ന ഗിയറിലെ വണ്ടി സ്പീഡ് കുറയ്ക്കാണ്ട് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാണ്ട് മെയിൻ റോഡിലോട്ട് കയറരുത്. 2 സൈഡ് ശ്രദ്ധിച്ചിട്ടേ മെയിൻ റോഡിലോട്ട് കയറാൻ പാടുള്ളൂ. അത് വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇങ്ങോട്ട് ആ ചേട്ടാ. ഓക്കെ. ഓക്കെ, ഗിയറിലോട്ട് മാറാം. വേഗം 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 വേഗം. വണ്ടി കുറച്ചുകൂടി സ്പീഡാണ്. 3rd ഗിയറിന്റെ സ്പീഡ് ലിമിറ്റ് ഇതാണ്. എന്റെ സ്പീഡിലോട്ട് പോകാം. ഈ സൈഡ് മിറർ ശ്രദ്ധിച്ചു. സ്പീഡ്
ഫുള്ളില്ല. കയറ്റമാണ്, ഇറക്കമാണെങ്കിൽ ഓക്കെ, നമുക്ക് ആ ഒരു സ്പീഡ് മതിയായിരുന്നു. ഓക്കെ, കൊടുത്തിട്ട് ഇവിടെ വണ്ടി വരണം. ഓക്കെ, ഈ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സ്പീഡ് അത്രയും കുറച്ചിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാണ്ട് അഡ്വാൻസ് ആയിട്ട് ഡൗൺ ചെയ്ത് കൊടുക്കും. അതിപ്പോൾ ആ വരുന്ന സ്പീഡിൽ തേർഡ് ഗിയറിൽ ഒരു കയറ്റാമെന്ന് മനസ്സിലായി. അപ്പോൾ വരുന്ന അതിൽ നിന്ന് ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്ത് പോയായിരുന്നെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് ഗിയറിലോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ ആയിക്കോളും. സ്പീഡ് മൊത്തം കുറഞ്ഞ ശേഷമല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ കയറ്റുന്ന ഗിയർ അപ്പിലോട്ട് പോകുമ്പോൾ ആക്സിലേറ്റർ റേസിലോട്ട് കൂട്ടിയിട്ട് വരിക. ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുക. ഓക്കെ, ഈ തേർഡ് ഗിയർ സ്റ്റോപ്പ് ചെയ്യും. വണ്ടി അവിടുന്ന് കുറച്ചൊന്ന് റോഡ് വിട്ട് ഇറക്കായിരുന്നു. ഓക്കെ, എടുത്തു. ഒരു വീലാണ്ട് പുറത്ത്, ബേക്കിന്റെ ബേക്ക് വശം പുറത്ത് കിടക്കുന്നു, റോഡിന് പുറത്താണ്. ചെക്ക് ചെയ്തായിരുന്നു. അതെ, സ്പീഡാക്കും. അടുത്തേക്ക് ഈ ഒരു വരെ എന്തിനാ സെൻട്രൽ കിടക്കുന്നത് കാണില്ല. അതെന്താ അറിയാമോ? അതെ, സ്പീഡിലോട്ട് സൈഡാക്കി നിർത്ത്. ഇപ്പൊ ഇൻഡിക്കേറ്റർ ഓൺ ആവുന്നത് ഇത് ഈ റൈറ്റിലോട്ട് സ്റ്റീറിംഗ് വീലോട്ട് ഇൻഡിക്കേറ്റർ ഇടും. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു. പിന്നെ സ്റ്റീറിംഗ് വീൽ എപ്പോ നേരെയായോ അത് ഓട്ടോമാറ്റിക് കട്ടാവും. അത് വീണ്ടും ഇട്ട് കൊടുക്കണം. നമ്മളതിന് ഈ പിന്നെ ഇൻഡിക്കേറ്ററിന് എക്സ്ട്രാ സ്വിച്ച് ഒന്നും ഇല്ല, അത് ഓട്ടോമാറ്റിക് കട്ടിങ്ങാ വരുന്നത്. അപ്പൊ അതിന് വേറെ സ്വിച്ച് ഒന്നും ഇല്ല. ആ സ്റ്റീറിംഗ് വീൽ ഏത് ഓപ്പോസിറ്റ് സൈഡിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് കട്ടായി. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ സ്റ്റീറിംഗ് വീൽ അത് ഇങ്ങനെ നേരെ ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഇടാൻ വേണ്ടി. ഓക്കെ, തേർഡ് ഗിയർ ഇല്ല, കുഴപ്പമില്ല. ഇറക്കുന്ന വണ്ടി എപ്പോഴും നമ്മള് ഇപ്പൊ ബ്രേക്കിലോട്ടല്ല, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടായിരുന്നു. ബ്രേക്കിന്റെ പേരിലോട്ട് സ്പീഡിന് കുറച്ച് ശേഷം ക്ലച്ച് കൊടുക്കുക. ഓക്കെ, എടുത്തു. അതോടൊപ്പം തിരിഞ്ഞു നിൽക്കുക. അവിടെ ഒരു വളവുണ്ട്, ചിലപ്പോ മിററിൽ കാണാൻ പറ്റിയെന്ന് വരില്ല വണ്ടി കയറി വരുന്നത്. ഇറക്കമൊക്കെ വരും, പതുക്കെ ക്ലച്ചിന് കാല് റിലീസ്. അപ്പൊ ആ ഒരു കുത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. സൈഡ് മിററൊക്കെ ചെക്ക് ചെയ്തോ, സൈഡിൽ വേണം പോകുന്നത്. അവിടെ സൈഡ് ഇറക്കി
ബ്രേക്കൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. സ്പീഡാക്കി ഫോർത്തിലോട്ടും പോകാം. ആ ഒരു ടൈറ്റ് ഫീൽ ചെയ്ത് ക്ലച്ച് ഫുള്ള് താഴെ വരെ പ്രസ് ആകാത്തുണ്ട്. അവിടെ ഗ്രൗണ്ട് വണ്ടിക്ക് ജസ്റ്റ് ഗ്യാപ്പ് എടുക്കും. അങ്ങനെ അടുത്ത് പിടിച്ച് പോകരുത്. ഒരു പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നിർത്താൻ വണ്ടി നിർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുക. ആ റോഡിലോട്ട് ഇറങ്ങാണ്ട് ഇവിടെ നിർത്തുന്നത്. വണ്ടി റോഡ് വിട്ട് ഇറങ്ങിയില്ല. നോക്കി റോഡ് വിട്ടിറങ്ങിയില്ലല്ലോ. ഇങ്ങോട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടല്ലോ. ഞാൻ ഈ റോഡിലോട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഈ റോഡിലോട്ട് അവർക്കൊരു സ്ഥലത്തായിട്ട്. ഓക്കെ, ഒന്ന് റിവേഴ്സ് എടുക്കുക. റിവേഴ്സ് അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രേക്കിൽ നിന്ന് കാലെടുത്ത വണ്ടി മുന്നോട്ട് പോകും. അപ്പൊ കേച്ചത് നിന്ന് എങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെ തന്നെ. നമ്മൾ കേച്ചിൽ നിന്ന് വണ്ടി എടുക്കുന്ന പോലെ തന്നെ. ആയിട്ടില്ല. ഒരു ഹാഫ് ക്ലച്ചിലോട്ട് കാല് തൊട്ട് ഒരു ബൈറ്റിംഗ് പോയിന്റ്. ആയിട്ടില്ല. ഓക്കെ, ഫീൽ ചെയ്തില്ലേ? നീ ഹാൻഡ് ബ്രേക്ക് മാത്രം. കേറ്റുന്ന വണ്ടി എടുക്കുമ്പോൾ കേറ്റുന്ന വണ്ടി നമ്മളിങ്ങനെ ബാക്കോട്ട് അഥവാ എടുക്കുന്നുണ്ടെങ്കിൽ ക്ലച്ചിന്ന് കാല് ഫുള്ള് റിലീസ് ചെയ്ത് മാറ്റരുത്. ആ ഒരു മൂവ് ചെയ്യുന്ന ആ ക്ലച്ചിൽ തന്നെ കാല് ഹോൾഡ് ആയിരിക്കണം. ഓക്കെ, മുന്നോട്ട് പോകാം. ആ വണ്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി പതുക്കെ ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുക. തേർഡ് ഗിയറിലോട്ട്. ഓക്കെ, മുന്നോട്ട്. അതിന് മുമ്പിൽ അത് കഴിഞ്ഞിട്ട് ക്ലച്ചിന്ന് കാല് റിലീസ് വരട്ടെ. ഓക്കെ, ബ്രേക്കിന്റെ മുകളിലോട്ട് കാല് വരട്ടെ. സ്പീഡിനെ കുറച്ചു. ക്ലച്ചിനെ ഫുൾ ഡൗൺ ചെയ്യുക. ആ കാറിനോട് ചേർത്ത് വെച്ചു. അതെ, ഇവിടേക്ക്. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് വെച്ചു. ഓക്കെ, ഫസ്റ്റ് ഗിയറിലോട്ട് വന്നു. അപ്പൊ നമ്മൾ അഥവാ ഇനി മുന്നോട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിലോട്ട് വന്നിട്ട് വണ്ടി മുന്നോട്ട് നിൽക്കാൻ പാടുള്ളൂ. വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യുക. വരുന്ന ഗിയറിൽ എടുക്കാൻ നിൽക്കരുത്, വണ്ടി ഓഫായി പോകുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുക. ആ സ്റ്റിയറിംഗ് വീലൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ടയർ നേരെ